നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാക്ചാതുര്യവും ശരീരഴകും വിൽപ്പനയ്ക്ക് വെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു. പ്രതിഭയെ അധിക്ഷേപിച്ച് ലീഗ് നേതാവ്. ജപ്തി ഭീഷണി ഒഴിഞ്ഞു. MK മുനീറിന്റെ വായ്പ അടച്ചു തീർത്തു. പോത്തൻകോട് പാലോട്ടുകോണത്ത് ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ തീപിടുത്തം. പാചകത്തിനിടെ മീനിൽ നിന്നും ദുർഗന്ധം. കഴിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ. അമ്പലപ്പുഴയിൽ BJP UDF ഡീൽ. സുധാകരനെതിരെ സലാം. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമായി മുസ്ലിം ലീഗ് നേതാവ്. കായംകുളം മണ്ഡലം UDF കൺവീനർ ഇർഷാദാണ് LDF സ്ഥാനാർത്ഥി പ്രതിഭ MLAയെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയത്. MLA എന്ന നിലയിൽ പ്രതിഭ പരാജയമാണ്, നാക്ക് ചാതുരി കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് എന്നിങ്ങനെയാണ് പരാമർശങ്ങൾ. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തും നടത്തും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രതിഭയെന്നും ലിജുവിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കവേ ഇർഷാദ് പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ MK മുനീറിന്റെ വായ്പ അടച്ചു തീർത്തു. മുസ്ലിം ലീഗ് നേതൃത്വമാണ് 49 ലക്ഷം രൂപയുടെ വായ്പ അടച്ചു തീർത്തത്. ലീഗിന്റെ അക്കൗണ്ടിൽ നിന്നാണ് കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ പണമടച്ചത്. പാണക്കാട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുനീറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നാലെയാണ് മുസ്ലിം ലീഗ് പണമടച്ചത്. 30 വർഷത്തിലധികം നീണ്ട പാർലമെന്ററി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന ലീഗ് നേതാവ് MK മുനീറിന് ബാക്കിയാകുന്നത് കടവും ജപ്തിയും നോട്ടീസും മറ്റു ബാധ്യതകളുമാണ്. 58 ലക്ഷം രൂപയുടെ വായ്പ മുടങ്ങിയതോടെ CH മുഹമ്മദ് കോയ പണിത നടക്കാവിലെ ക്രസറ്റ് ഹൗസ് എന്ന വീടിനാണ് ജപ്തി നോട്ടീസ് ലഭിച്ചത്. പോത്തൻകോട് റബ്ബർ തോട്ടത്തിന് നടുവിൽ പ്രവർത്തിച്ചിരുന്ന ഷെഡിനാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ചന്തവിള സ്വദേശിയായ അജാസിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലാണ് വ്യാപക തീപിടുത്തമുണ്ടായത്. ഷെഡിൽ തീ വ്യാപകമായി ആളിപ്പടർന്ന ശേഷമാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ച് സംഘം എത്തുമ്പോഴേക്കും ഷെഡിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തീപിടുത്തത്തിൽ കത്തിയമർന്നിരുന്നു. കട്ടിലുകൾ, മേശ തുടങ്ങിയ ഫർണിച്ചറുകളുടെ നിർമ്മാണം നടത്തി വന്നിരുന്ന യൂണിറ്റാണ് കത്തി നശിച്ചത്. ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുമെന്നാണ് വിവരം. അച്ചൻകോവിൽ ഗ്രാമത്തിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്ന മീൻ പഴകിയതാണെന്ന ഗുരുതര ആരോപണം ഉയരുന്നു. ഈ മീൻ പാചകം ചെയ്ത് കഴിച്ചവരിൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. ഛർദിയും അതിസാരവും ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ വ്യാപകമാണെന്നാണ് വിവരം. പാചകം ചെയ്യുമ്പോൾ തന്നെ മീനിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധം ഉണ്ടാകുന്നുവെന്നും അതുകൊണ്ട് പലരും അത് ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. വിഷയത്തിൽ ആരോഗ്യ വകുപ്പിന് പരാതി നൽകിയിട്ടും ഇതുവരെ കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നതാണ് ആക്ഷേപം. ഭക്ഷ്യയോഗ്യമല്ലാത്ത മീൻ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അമ്പലപ്പുഴയിൽ BJP UDF ഡീലുണ്ടെന്നാരോപിച്ച് LDF സ്ഥാനാർത്ഥി സലാം. 5000 BJP വോട്ട് കിട്ടുമെന്ന് സുധാകരൻ പറഞ്ഞെന്നും താൻ ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും സലാം പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആദ്യം നാട്ടുകാരെ പറ്റിച്ചെന്നും സലാം കൂട്ടിച്ചേർത്തു. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ രക്ഷകർത്താവ് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആണെന്നും അദ്ദേഹം പറഞ്ഞു. KC വേണുഗോപാൽ BJP വോട്ട് പരാമർശത്തിൽ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.